السلام عليكم ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. സൗണ്ട് ഓക്കെ അല്ലേ? ഓക്കെയാണ്. ഞാൻ സലാം പറഞ്ഞല്ലേ, കേട്ടില്ലായിരുന്നോ? ഇല്ല ഇല്ല, കേട്ടില്ല. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഓക്കെ, ഇൻഷാല്ലാ. എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ? സുഖമല്ലേ? സുഖം, ഞാൻ അൽഹംദുലില്ലാ. മൊബൈലിനും കൂടി ഒന്ന് കണക്ട് ആയിട്ട് അല്ലെങ്കിൽ കട്ടായിക്കൊണ്ടിരിക്കല്ലോ വോയിസ്. ഒരു മിനിറ്റ്. ഓക്കെ അല്ലേ? കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ? ഓക്കെ, ഇൻഷാല്ലാ. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മള് ചിന്തയെ കുറിച്ചിട്ടായിരുന്നു ഇതിനു മുമ്പത്തെ ഒരു സെഷൻ ഉണ്ടായത്. ഇന്നതിന്റെ തന്നെ ഒരു പാർട്ട് 2 എന്നുള്ള രീതിയിലാണ് നമ്മൾ സെഷനിലേക്ക് ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മളന്ന് നമ്മുടെ ചിന്തയും സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ മെഹർബാൻ മാം? ഓക്കെ അല്ലേ? കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ നമ്മളന്ന് ചിന്ത നമ്മളുടെ ജീവിതവും മറ്റുള്ളവരുടെ ജീവിതം നമ്മളിലേക്ക് എങ്ങനെ കണക്ട് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടായിരുന്നു അല്ലെ നമ്മളന്ന് ചിന്തയെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് നമ്മളുടെ ചിന്ത നമ്മളെ തന്നെ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിക്കുന്നു എന്നുള്ളത് നമുക്ക് ചെറിയ രീതിയിൽ ഒന്ന് നോക്കാം. കുറഞ്ഞ സമയമല്ലേ ഉള്ളൂ. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനിയും ചിന്തയെ കുറിച്ചിട്ട് തന്നെ കുറച്ച് ദിവസം കൂടുതൽ സംസാരിക്കാം. നമുക്കറിയാം നമ്മുടെ ദൈനംദിന ജീവിതത്തില് നമുക്ക് ഒരു ദിവസത്തിൽ തന്നെ 60,000-ൽ കൂടുതൽ ചിന്തകൾ നമ്മളിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഒന്ന് നോക്കിയ സംഭവമാണ് അല്ലെ. ഇങ്ങനെ ഈ 60,000-ൽ കൂടുതൽ ചിന്തകൾ നമ്മളിൽ നിന്ന് കടന്നു പോകുന്നുണ്ടെങ്കിലും അതെല്ലാം കൂടിയിട്ട് നമ്മളിൽ നമ്മുടെ ബോധതലത്തിലേക്ക് എത്തുന്നില്ല എന്നും ബോധതലത്തിലേക്ക് എത്തുന്നത് അതിൽ നിന്നും വളരെ ചുരുക്കവും അതിൽ നിന്ന് തന്നെ നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളത് അതിലും ചുരുക്കവുമാണ് എന്നുള്ളതൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത വിഷയമാണ് അല്ലെ. അപ്പൊ നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒരു പോസിറ്റീവിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ജീവിതത്തെ നാം ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് ഒരു വ്യക്തി ഉണ്ടായിരിക്കേണ്ടത് അതിനെക്കുറിച്ചിട്ടുള്ള ഒരു തോട്ടാണ്, ഒരു ചിന്തയാണ്. അപ്പൊ ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന്റെ ചിന്ത, ആ ചിന്തകൾ പിന്നീട് എന്തായി മാറും? ചിന്തകൾ അവരുടെ പ്രവർത്തനമായി മാറും അല്ലെ. ആ പ്രവർത്തനങ്ങൾ പിന്നീട് അവരത് കണ്ടിന്യൂ ആയി വരുന്ന സമയത്ത് അത് അവരുടെ ബിഹേവിയറായി മാറും. അതങ്ങട്ട് ആ ബിഹേവിയറിൽ നിന്നും അതവരുടെ എന്തായിട്ട് മാറാണ്? അവരുടെ ഒരു ശീലം. നമ്മൾ ചോദിക്കൂലേ എന്താണ് അവരുടെ ബാക്ക്ഗ്രൗണ്ട്? അങ്ങനെ അവർ അവരുടെ ഡെസ്റ്റിനിയിലേക്ക് എത്തും. അതെന്ത് ചെയ്യാണ്? ഇങ്ങനെ ഒരു സർക്കിളായി വരികയാണ്. അപ്പൊ ഇവിടെ പോസിറ്റീവായ ഒരു ചിന്ത ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തികൾ അവസാന തലത്തിൽ എത്തുന്ന ഒരു
ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നുള്ളത് പോസിറ്റീവായ തരത്തിൽ തന്നെ ആയിരിക്കും. അപ്പൊ പോസിറ്റീവായ ഒരു ചിന്ത ചിന്തിക്കുന്ന ഒരു വ്യക്തി പോസിറ്റീവായ ഒരു ഡെസ്റ്റിനിയിലേക്ക് എത്തുന്നതോട് കൂടി അതൊരു സർക്കിളാണ്. പോസിറ്റീവായ ഒരു ഡെസ്റ്റിനിയിലേക്ക് എത്തലോട് കൂടിയിട്ട് ആ വ്യക്തി വീണ്ടും ആ വ്യക്തിയിൽ നിന്നുണ്ടാകുന്ന ചിന്തകൾ എന്ത് മാത്രമായിരിക്കും? പോസിറ്റീവായ ചിന്തകൾ മാത്രമായിരിക്കും. അതേസമയം നമ്മളുടെ ചിന്ത ഒരു നെഗറ്റീവ് ആണ്, നെഗറ്റീവായ ചിന്തകളിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ ചിന്തയുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവുള്ള ഒരു ഡെസ്റ്റിനേഷനിൽ നിന്ന് വീണ്ടും തുടങ്ങുന്ന പുതിയൊരു ചിന്തകൾ എന്ന് പറയുന്നത് നെഗറ്റീവ് തന്നെ ആയിരിക്കും. ഇതാണ് നമ്മൾക്ക് കാണപ്പെട്ടുകൊണ്ടിരിക്കുന്നുള്ളത്. എന്നും കുറ്റം പറയണവർ, പരിഭവങ്ങൾ പറയുന്നത് അവർക്ക് എന്നും അവരെന്തായി പോവാണ്, ആ ഒരവസ്ഥയിൽ തന്നെ തുടരുന്ന ഒരവസ്ഥയിൽ വരികയാണ്. എന്തുകൊണ്ട് വെച്ചാൽ അവരുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നുള്ളത് ഈ ഒരു നെഗറ്റീവ് ആണ്. ഈ നെഗറ്റീവായ ഡെസ്റ്റിനേഷനിൽ നിന്നുകൊണ്ടാണ് അവരുടെ ചിന്തകളെ കൊണ്ടുവരുന്നത്. അപ്പൊ ഈ ചിന്തകളെ കൊണ്ടുവരുന്ന സമയത്ത് ഇവരുടെ ഡെസ്റ്റിനേഷൻ നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ ഇവരിൽ നിന്ന് പുറപ്പെടുന്നുള്ളതും നെഗറ്റീവായ തോട്ടുകളായിരിക്കും. ഈ നെഗറ്റീവായ തോട്ടുകളിലൂടെ അവർ യാത്ര ചെയ്യുന്ന സമയത്ത് അവർ വീണ്ടും എത്തിപ്പെടുന്നതും എവിടെ തന്നെയായിരിക്കും? നെഗറ്റീവിൽ തന്നെയായിരിക്കും. അപ്പൊ ഇതൊരു സർക്കിളാണ്. ഇങ്ങനെ പോകുന്ന ഈ ഒരു സർക്കിളിൽ നിന്നും നമുക്കൊരു മാറ്റം വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു? ആ സർക്കിളിലേക്ക് ചെറിയൊരു മാറ്റത്തെ നമ്മൾ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ആ സർക്കിളിനെ ഒരു മാറ്റത്തിലേക്ക് നമ്മൾക്ക് കൊണ്ടുവരണമെങ്കിൽ, ആ സർക്കിളിനെ ഒരു മാറ്റത്തിലേക്ക് എത്തിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചിന്തകളെ കുറിച്ചിട്ട് നമ്മൾക്ക് മനസ്സിലാക്കുക. എന്നിട്ടോ ആ ചിന്തകൾ നമ്മൾ മനസ്സിലാക്കുന്നതിലപ്പുറം എവിടെ നിന്നാണ് എൻ്റെ ചിന്തയെ ഒന്ന് കൺവേർട്ട് ചെയ്യേണ്ടത്, ഒന്ന് ഡൈവേർട്ട് ചെയ്യേണ്ടത്, എവിടെ നിന്നാണ് എൻ്റെ ചിന്തകളെ ഒന്ന് മാറ്റേണ്ടത് എന്നുള്ള ഒരവസ്ഥയിലേക്ക് ഞാനും നിങ്ങളും മാറുക എന്നുള്ളത്. അങ്ങനെ നമ്മുടെ ചിന്തകളെ നമുക്കൊന്ന് മാറ്റേണ്ടിയിരിക്കുന്നു, അതിനെ ഒന്ന് ഡൈവേർട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മളുടെ ജീവിതത്തിൽ മാറ്റം വന്നു തുടങ്ങും. ചില വ്യക്തികളുണ്ട് ഭയങ്കര മടിയായിരിക്കും. മടി എന്നുള്ളത് അവർ അവരുടെ ഒരു വസ്ത്രമാക്കി ധരിച്ചിരിക്കുകയാണ്. അപ്പോൾ മടിയെ അവർ അവരുടെ ഒരു വസ്ത്രമാക്കി ധരിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ എന്താവുകയാണ്? അവർ ഓരോ വിഷയത്തിലേക്കും മടിയന്മാരായി പോവാണ്. എവിടെ നിന്നാണ് അവർക്ക് ഈ ഒരു മടി എന്നുള്ള സംഭവം കിട്ടിയത്? ചിലപ്പോ അവരുടെ പാരൻസിൽ ആരെങ്കിലോ അതല്ലെങ്കിൽ റിലേറ്റീവ്സിൽ ആരെങ്കിലൊക്കെ ഇത്തരം മടികൾ ആരെങ്കിലും ഉണ്ടാവും. അപ്പൊ ഈ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ നമ്മുടെ കുഞ്ഞുനാളിൽ നിന്ന് എന്തെങ്കിലും ഒരു സമയത്ത്, എന്തെങ്കിലും കുട്ടികളാണ് സമയത്ത് ചില സമയത്ത് നമുക്ക് മൂഡ് ഓഫ് ഉണ്ടാവും അല്ലെ? അപ്പൊ ഈ ഒരു മൂഡ് ഓഫ് ഉണ്ടായ സമയത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അത് ഒന്നോ രണ്ടോ പ്രാവശ്യം, അതല്ലെങ്കിൽ ഒരു 3 പ്രാവശ്യം ആവർത്തിക്കുന്ന സമയത്ത് നമ്മളുടെ പാരൻസോ അതല്ലെങ്കിൽ നമ്മളുമായി കണക്ട് ചെയ്യപ്പെടുന്ന ആരും ആയിക്കോട്ടെ, അവർ പറയാണ് ഇവള് അവരെ പോലെ തന്നെയാണ്, അവൾ ഇന്ന് ഇതുപോലെ തന്നെയായിരുന്നു, അവരെന്നും ഇങ്ങനെ ഒരു മടിയായിരുന്നു. അതുപോലെയാണ് നമ്മുടെ ഇതും. അപ്പൊ നമുക്ക് ചിലപ്പോൾ ഒരു 4 5 കുട്ടികളുണ്ടെങ്കിൽ അതിൽ ഒരാള് ആ ഒരു അവസ്ഥയിലാണെങ്കിൽ നമ്മൾ അപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്യും? അതിനെ നമ്മുടെ റിലേഷൻഷിപ്പിലേക്ക് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി അവിടെ പാരൻസിലോ അതല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിലോ ആരെങ്കിലും അത്തരം സ്വഭാവക്കാരുണ്ടെങ്കിൽ അത് നമ്മൾ അവിടത്തേക്ക് കണക്ട് ചെയ്യും. ഈ കണക്ട് ചെയ്യുന്ന സംഭവം നമ്മൾ സംസാരിക്കുന്നത് ആര് കേൾക്കുകയാണ്? നമ്മളുടെ കുട്ടി. നമ്മളിൽ ആർക്കാണോ ഈ ഒരു പ്രോബ്ലം ഉള്ളത്, ഈ പ്രോബ്ലം ഉള്ള ഒരു വ്യക്തി ഇത് കേൾക്കുകയാണ്. ഇത് കേൾക്കലോട് കൂടിയിട്ട് ഓൾറെഡി ആൾക്ക് എന്താണ് മടിയാണ്, ഓൾറെഡി ആ ഒരു മടി പിടിച്ച വ്യക്തി ഇതും കൂടി ഒന്ന് കേൾക്കലോട് കൂടി എന്താവും? ഒരു ജാക്കറ്റ് നമ്മൾ അണിയുന്ന സമയത്ത് നമുക്ക് എന്താവുകയാണ്? നല്ലൊരു ഗുഡ് ഫീലിങ്സ് ആണ് അല്ലെ? അപ്പൊ ഈ ഒരു ഗുഡ് ഫീലിങ്സ് നമ്മൾക്ക് കിട്ടുന്നത് പോലെ ഇവര് ഓൾറെഡി ഇവിടെ മടി പിടിച്ച് ഇങ്ങനെ കിടക്കുകയാണ്. മടി പിടിച്ച് ഇങ്ങനെ കിടക്കുന്ന ആളിലേക്ക് എന്തോ കൊടുക്കുകയാണ്? ഇവരുടെ പാരൻസ് അല്ലെങ്കിൽ ഇവരുടെ ഏതെങ്കിലും ഒരു റിലേഷൻ ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ ഒന്നുകൂടി എന്ത് ചെയ്യാണ്? അവിടെ പുതപ്പ് മൂടി പിടിച്ച് കിടക്കുകയാണ്. എങ്ങനെ? ഞാൻ ഓൾറെഡി മടിയനാണ്, അവരെ പോലെയാണല്ലേ ഞാന്, അപ്പൊ ഞാൻ ഇനിയും എന്താവാണ്? ഈ ഒരവസ്ഥയിൽ എങ്ങോട്ട് തുടരാണെന്നുള്ള രീതിയിൽ ആ മടിയുടെ സ്രോതസ് അങ്ങോട്ട് കൂടി വീണ്ടും മടിയിലേക്ക് ഇരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് ഇവർക്ക് ഇപ്പൊ എന്താ? ഇവരുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഈ മടിയിൽ അങ്ങോട്ട് ഒന്നുകൂടി
ഷാർപ്പൻ ചെയ്തു. ഇനി അവർ വീണ്ടും ചിന്തിക്കുമ്പോൾ എന്തേലും ഒരു ആക്ഷൻ എടുക്കണം എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് വീണ്ടും എന്താവുകയാണ്, ഈ ഡെസ്റ്റിനേഷനിൽ നിന്ന് വരുന്നത് ഇത് തന്നെ ആയതുകൊണ്ട് വീണ്ടും അവർ ഈ അവസ്ഥയിലേക്ക് എത്താണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ നമ്മളാണ് ഓരോ വ്യക്തികളെയും അത്തരത്തിൽ ആക്കി മാറ്റിയെടുത്തതെന്നും ഇവിടെ നമുക്കിനി സ്വയം മാറണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, മറ്റൊരാൾക്ക് മാറ്റാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സ്വയം മാറാൻ ആഗ്രഹിക്കാത്ത ഒരാളെയും വേറൊരാൾക്കും മാറ്റാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും, എന്നാൽ മിസ് എന്തിനാണ് ഞങ്ങൾക്കൊക്കെ ഇങ്ങനെ ഒരു ക്ലാസ് തരുന്നുള്ളത്? ഒരാൾക്ക് ഒരാളെ മാറ്റാൻ പറ്റില്ല എന്നല്ലേ പറഞ്ഞത്, പിന്നെ ഈ ക്ലാസ്സസിലേക്ക് ആവശ്യം എന്തെന്നുള്ളത്. തീർച്ചയായിട്ടും മാറണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ആ മാറ്റത്തിലേക്കുള്ള ഒരു സപ്പോർട്ടാണ് നമുക്ക് ഇത്തരം ക്ലാസ്സസിലൂടെ ലഭിക്കുന്നുള്ളത്. ആ ഒരു സപ്പോർട്ട് ലഭിക്കലോട് കൂടിയിട്ട് നമ്മൾ എന്താവുകയാണ്, ഒരാൾ മുങ്ങിത്താഴാൻ വേണ്ടി പോണ സമയത്ത് ഒരു കക്ഷിത്തുരുമ്പ് കിട്ടിയാൽ അതിൽ പിടിച്ച് കയറി രക്ഷപ്പെടും എന്ന് പറയുന്നത് പോലെ ഒന്നുകിൽ നാം നമ്മുടെ മടിയിലെ സമുദ്രത്തിൽ അങ്ങോട്ട് മുങ്ങിത്താഴാൻ പോവുകയായിരിക്കാം, അതല്ലെങ്കിൽ നമ്മുടെ കോൺഫിഡന്റിന്റെ ലെവലിൽ നമ്മൾ ഒരു സംഭവത്തിനും കോൺഫിഡന്റ് ഇല്ലാതെ നമ്മൾ അതിലങ്ങോട്ട് മുങ്ങിത്താഴാൻ പോവുകയായിരിക്കാം, അതല്ലെങ്കിൽ നമ്മുടെ ഏതേലും ഒരു പ്രയാസം നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. നമുക്കിപ്പം എന്താണ് നമ്മുടെ പ്രയാസം എന്ന് പറയുന്നത്, രോഗം എന്ന് പറയുന്നത് എപ്പോഴും എന്തിനെ കുറിച്ചിട്ടാണ്? നമ്മുടെ ശാരീരിക രോഗത്തെ കുറിച്ചിട്ടാണ് അല്ലെ ഏറ്റവും കൂടുതൽ പറയപ്പെടുന്നുള്ളത്, ശാരീരിക രോഗത്തെ കുറിച്ചിട്ടാണ്. എന്നാൽ ഇപ്പോൾ സെക്കൻഡ് വൺ മാനസിക രോഗത്തെ കുറിച്ചിട്ടും പറയുന്നുണ്ട് അല്ലെ. ശാരീരികവും മാനസികവും ആയ രോഗങ്ങളാണ് ഒരു വ്യക്തിയെ പിടിപെടുന്നത് എന്നുള്ളത്. എന്നാൽ ഒരു വ്യക്തിയെ പിടിപെടുന്ന രോഗം എന്നുള്ളത് വെറും ശാരീരികമായ മാനസികമായ രോഗമോ അല്ല. വേറെ എന്തൊക്കെ രോഗങ്ങൾ ഒരു മനുഷ്യനെ പിടിപെടാറുണ്ട്? ജസ്റ്റ് വൺ, നിങ്ങൾ അവിടെ ഉണ്ടോ നോക്കട്ടെ, ഒന്ന് പറയൂ. എന്തൊക്കെ രോഗങ്ങൾ മനുഷ്യനിലേക്ക് വരാറുണ്ട്? പറഞ്ഞോളൂ. ഓക്കെ, എന്നാ ഞാൻ തന്നെ പല പറയാം. രോഗങ്ങൾ വരും, നമുക്ക് ശാരീരികവും മാനസികവുമായ പല രോഗങ്ങളും വരും. അതെ, അതാണ് ഞാൻ പറഞ്ഞത്, ശാരീരികവും മാനസികവുമായ പല രോഗങ്ങളും വരുന്നുണ്ട്. വേറെ എന്തൊക്കെ രോഗങ്ങളാണ് നമുക്ക് വരുന്നുള്ളത്? അത് ഇതിൽ നമുക്ക് വരുന്ന പെടാത്തതോ? ഇതിൽ പെടാത്തത്, ഇതിൽ പെടാത്തത് പെടാ എന്ന് പ്രത്യക്ഷത്തിൽ പറയാം, പക്ഷെ ഇതിൽ പെടും. സാമ്പത്തിക രോഗം, മറവി രോഗം റിലേഷൻഷിപ്പ്, ഉണ്ടോ? സാമ്പത്തിക രോഗം, റിലേഷൻഷിപ്പിലുള്ള രോഗം. ഇവിടെ നമ്മൾ അനുഭവിക്കുന്ന എന്താണേലും എല്ലാം എന്താണ്, നമുക്കൊരു രോഗമാണ് അല്ലെ. നമുക്ക് സാമ്പത്തികമായിട്ട് നമ്മൾ കുറെ പ്രയാസത്തിലാണെങ്കിൽ അത് നമുക്കൊരു രോഗമാണ് അല്ലെ. രോഗമല്ലേ സാമ്പത്തികമായിട്ട് നമ്മൾ പ്രയാസത്തിൽ വരുമ്പോൾ നമ്മൾ അതൊരു രോഗമാണ്. ഇനി റിലേഷൻഷിപ്പില് നമുക്ക് അവിടെ ക്ലാഷ് ആണെങ്കിലോ അതും ഒരു രോഗമാണ്. അപ്പം മാനസികവും ശാരീരികവും ആയിരിക്കുന്ന രോഗത്തിന്റെ കൂടെ സാമ്പത്തികം, റിലേഷൻഷിപ്പ്, ഇനി അതുപോലെ നമ്മളുടെ പിന്നെ ജോലി ചെയ്യുന്ന മേഖലയിൽ നമുക്കുണ്ടാവുന്ന ഇഷ്യൂസ്, അത് നമുക്കൊരു രോഗമാണ് അല്ലേ. നമുക്ക് രോഗമല്ലേ, ആരെങ്കിലും അത് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നമ്മൾ രോഗം എന്ന് പറയുന്നത് എന്തിനെയാണ്? നമ്മൾ അനുഭവിക്കുന്നത് ഗുഡ് ഫീലിങ്സ് അല്ലാത്തപ്പോ, നമുക്കൊരു പോസിറ്റീവായ റിസൾട്ട് അല്ലാത്തപ്പോഴാണ് നമ്മൾ അതിനെ രോഗം എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ നമ്മുടെ കയ്യിലേക്ക് നല്ലൊരു വേദന ഉണ്ടെന്ന് വിചാരിക്കാം. ഈ കൈവേദന എന്ന് പറയുന്നത് എന്റെ രോഗമാണ്. പക്ഷെ ഈ കൈവേദന എനിക്കതൊരു ഇഷ്യൂ അല്ല. എനിക്ക് ആ കൈവേദന ഉണ്ടെങ്കിലും എനിക്ക് വിചാരിച്ച പോലെ എല്ലാ വർക്കുകളും ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. എന്നെ അത് ബുദ്ധിമുട്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്കത് പിന്നീട് ഇത് രോഗമായിട്ട് തോന്നുമോ? ഇല്ല, ഇല്ല. അപ്പൊ ഒരു മനുഷ്യനെ പ്രയാസപ്പെടുത്തുന്നത് എന്തൊക്കെയാണോ അതാണ് ആ മനുഷ്യനിക്ക് രോഗമായി വരുന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ റിലേഷൻഷിപ്പിൽ ഒരു ക്ലാഷ് വരികയാണെങ്കിൽ അത് നമ്മൾ പ്രയാസപ്പെടുത്തുന്നതല്ലേ. സാമ്പത്തികത വരുന്ന സമയത്ത് അത് നമ്മളെ പ്രയാസപ്പെടുത്തുന്നതല്ലേ. ജോലി അതെ. സ്ഥലങ്ങളിൽ എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ അത് നമ്മളെ പ്രയാസപ്പെടുത്തുന്നതല്ലേ. അപ്പൊ നമ്മുടെ
ലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഞാനും നിങ്ങളും നോക്കാത്തത് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ആദ്യം ഉണ്ടായിരിക്കേണ്ടത് എന്താണ്? ഒരു അവയർനെസ് ആണ്. അപ്പൊ നമുക്കൊരു തലവേദന ഉണ്ട് എന്നുള്ള ഒരു ബോധം വരികയാണെങ്കിൽ, ആ തലവേദന എനിക്ക് മാറണം എന്നുള്ള ആവശ്യമാണെങ്കിൽ, ആ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആരെ സമീപിക്കുന്നത്? ഡോക്ടറെ സമീപിക്കുന്നത്, അല്ലെ? അപ്പൊ ഇവിടെ ഈ ഒരു സാഹചര്യം, എനിക്ക് ഈ ഒരു രോഗമുണ്ട്, എനിക്കൊരു തലവേദനയുണ്ട്, എന്റെ തലവേദന എനിക്ക് മാറ്റണം എന്നുള്ള ആഗ്രഹം നമ്മളിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ബോധേഡ് ആവുകയാണ്, എനിക്ക് ഇന്ന ബുദ്ധിമുട്ടുണ്ട് എന്ന്. അതുപോലെ തന്നെ നമുക്ക് റിലേഷൻഷിപ്പിലാണെങ്കിലോ വേറെ എവിടെയാണെങ്കിലും നമുക്ക് ഇവിടെ ഇഷ്യൂ ഉണ്ട് എന്നുള്ള ഒരു ബോധം നമ്മളിലേക്ക് വന്നാൽ മാത്രമേ നമ്മൾ അതിനെ മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളിൽ ഉണ്ടാവേണ്ടത് എവിടെയാണ് ആദ്യം വർക്ക് ചെയ്യേണ്ടത്? എന്തിലേക്കാണ്? ചിന്തയിലല്ലേ? അങ്ങനെ ആ ചിന്തയിൽ വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് എന്തിലേക്ക് എത്താൻ വേണ്ടി പറ്റുള്ളൂ? ഒരു പോസിറ്റീവായ റിസൾട്ടിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി പറ്റുള്ളൂ. നമ്മൾ ചിന്തിച്ചു കൂട്ടണത് തന്നെ ഇദ്ദേഹം എന്നും ഇങ്ങനെ തന്നെയാണ്, ഇത് നേരെ ആവില്ല, അതല്ലെങ്കിൽ എന്റെ പ്രശ്നങ്ങൾ എന്നും ഇത് തന്നെയാണ്, ഇതൊന്നും മാറാൻ പോണില്ല, ഞാൻ ഈ പ്രശ്നങ്ങളെല്ലാം അതിജീവിച്ച് ആ പ്രശ്നങ്ങളുടെ കൂടെ തന്നെ ജീവിക്കേണ്ടവളാണ് എന്നുള്ളൊരു ചിന്തയാണ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നതെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും അതിൽ തന്നെ കെട്ട് മുറുക്കിക്കൊണ്ടേയിരിക്കുകയാണ് ചെയ്യാനുള്ളത്. നമുക്കറിയാലോ, ഒരു രണ്ട് ചരടെടുത്ത് അതിലേക്ക് ഒന്ന് കെട്ടി, അതിൽ വീണ്ടും കെട്ടി, അതിനെ വീണ്ടും കെട്ടി, അങ്ങനെ ആ കെട്ട് മുറുകിക്കൊണ്ടേ ഇരുന്നാൽ അവസാനം ആ ചരടിലെ കെട്ട് നമുക്ക് അഴിച്ചു മാറ്റാൻ വേണ്ടി പറ്റുമോ? പ്രയാസമായിരിക്കൂലേ? പ്രയാസം തന്നെയല്ല, ചിലപ്പോഴെങ്കിലും ആ കെട്ട് അഴിക്കാൻ പറ്റാതെ അത് നമ്മൾക്ക് കട്ട് ചെയ്ത് മാറ്റേണ്ട ഒരവസ്ഥയിലേക്ക് എത്തും, അല്ലേ? അല്ലേ? ഒരുപാട് കെട്ടുകൾ പിണഞ്ഞിരിക്കുന്ന സമയത്ത് കെട്ട് അഴിച്ചു മാറ്റാൻ പറ്റാതെ ആ കെട്ടിനെ മുറിച്ചു മാറ്റേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടും എന്നുള്ളതാണ്. അപ്പൊ കൂടുതൽ ആ കെട്ട് പിണയാതെ നമ്മൾ നോക്കണം എന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഓരോ പിണച്ചിലും വരുന്ന സമയത്ത് അതിനെ നമ്മൾ അഴിച്ചു വിടേണ്ടി വരും, അല്ലേ? അത് നമ്മൾ അഴിച്ചു വിടേണ്ടി വരും. അങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിന്തകൾ, നമ്മുടെ മനസ്സിലേക്ക് വരുന്ന നെഗറ്റീവ് ചിന്തകൾ, പോസിറ്റീവ് തോട്ടല്ല, നെഗറ്റീവ് തോട്ടുകൾ നമ്മൾ എന്തായാണ് നമ്മളെ കുടുക്കി 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 കൊണ്ടുവരുവാണ്. ഈ കുടുങ്ങലിൽ നിന്ന് നമ്മൾക്ക് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ അവിടത്തേക്ക് ഒരു മാറ്റം നമുക്ക് ആവശ്യമാണ്. എന്ത് മാറ്റാണ് അവിടത്തേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടത്? ഇതുവരെ നമ്മൾ കെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഇനി നമുക്കിത് കെട്ടഴിക്കണം എന്നുള്ള ഒരു ബോധം നമ്മളിൽ വരികയാണ്. ആ ഒരു ബോധം നമ്മളിൽ വന്നാൽ മാത്രമേ നമ്മളിലേക്ക് ഇനിയും ഇതിങ്ങനെ ചെയ്താൽ നടക്കില്ലല്ലോ എന്നുള്ള ചിന്ത വന്നിട്ട് ആ കെട്ട് ഇടുന്നത് നിർത്താനെങ്കിലും നമ്മൾ ഒന്ന് നോക്കത്തുള്ളൂ എന്നുള്ളത്. അപ്പൊ ഇതുവരെ നമ്മൾ കെട്ടി 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 ഒരു 10-50 കെട്ടായിട്ടുണ്ടെങ്കിൽ ബോധം വന്നതോടുകൂടി നമ്മൾ അതിനെ അയക്കാൻ നോക്കുന്നില്ലെങ്കിൽ പോലും നമ്മളിപ്പോ എന്താ ചെയ്യാണ്? കെട്ടണത് അങ്ങോട്ട് നിർത്തിയിരിക്കുകയാണ്. അഴിക്കാനായിട്ട് നമ്മൾ സമയം കണ്ടെത്തുന്നില്ലെങ്കിൽ പോലും കെട്ടുന്നത് നമ്മൾ അങ്ങോട്ട് നിർത്തിയിരിക്കുകയാണ്. അപ്പൊ ആ ഒരു കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ചിന്ത നമ്മളിലേക്ക് വന്നാൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ അവിടെയാണ് നമ്മുടെ ചിന്താതലത്തിലാണ് ആ ഒരു പ്രവർത്തനം കൊണ്ടുവരേണ്ടത്. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ എന്തിനെയൊക്കെ സൃഷ്ടിച്ചു, അല്ലെ? പക്ഷെ ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവ് അല്ലാഹു ആർക്കേ നൽകിയിട്ടുള്ളൂ? ആർക്കേ നൽകിയിട്ടുള്ളൂ? മനുഷ്യർക്ക് മാത്രമേ അള്ളാഹു ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവ് നൽകിയിട്ടുള്ളൂ. ഇനി മനുഷ്യനിക്ക് തന്നെ ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവ് നൽകിയിരിക്കുന്നുള്ളത് ജനിച്ചു വീഴുമ്പോൾ തന്നെ ചിന്തിക്കാനുള്ള കഴിവുണ്ടോ? ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവുണ്ടോ? ഇല്ലല്ലോ. ഒരു പ്രായം എത്തിക്കഴിഞ്ഞതിന്റെ ശേഷം മാത്രമാണ് ആ ചിന്തിച്ച് പ്രവർത്തിക്കുന്ന കഴിവ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്നത്. ഇത് നമ്മുടെ പ്രായം അങ്ങോട്ട് കുറെ അങ്ങോട്ടായി നമ്മുടെ പ്രായാധിക്യത്തിലേക്ക് എത്തുമ്പോൾ വീണ്ടും എന്താവുകയാണ്? നമുക്ക് ചിന്തിക്കാനുള്ള കഴിവ് കുറഞ്ഞു വരികയാണ്. അപ്പൊ നമ്മൾ പറയാറില്ലേ, നേരത്തെ മെഹർബാൻ പറഞ്ഞ പോലെ മറവി രോഗം, അല്ലെ? അപ്പൊ അവിടെ എന്താവുകയാണ്? നമുക്ക് ഒന്നുകിൽ മറവി രോഗം വരികയാണ്, അതല്ലെങ്കിൽ നമ്മൾ പറയണതൊന്നും പ്രവർത്തിക്കുന്നത് വേറൊന്നും ആയി പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിപ്പോകുന്നുണ്ട്, അല്ലെ? പ്രായം കൂടുന്ന സമയത്ത് അതല്ലെങ്കിൽ പറഞ്ഞത് തന്നെ റിപ്പീറ്റ് ആക്കി പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്താറുണ്ട്, അല്ലെ? അപ്പൊ ആ ഒരു തലത്തിലൊന്നും ഇല്ലാതെ പോസിറ്റീവായി നമ്മൾ നിൽക്കുന്ന ഒരു ടൈം എന്ന് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മളുടെ അറിവ് വെച്ചാൽ
ചിലപ്പോൾ ഒരു 10 വയസ്സിന്റെ ശേഷമോ അത് കഴിഞ്ഞിട്ട് ഒരു 60 വയസ്സ് വരെയോ അങ്ങനെ ഒരു കുറച്ച് കാലം മാത്രമേ ഉള്ളൂ. അതുവരെ നമ്മൾ എന്താവാണ്, ചിന്തിക്കാനുള്ള കഴിവ് നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല തന്നിട്ടുണ്ടെങ്കിൽ പോലും ആ ചിന്താ തലത്തിൽ നമുക്ക് പ്രവർത്തിക്കാൻ വേണ്ടി പറ്റുന്നത് സുബ്ഹാനഹു വ തആല കൊടുത്തിരിക്കുന്ന കഴിവുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ കഴിവുകൾ നൽകിയിരിക്കുകയാണ് നമുക്ക് മനുഷ്യർക്ക്. എന്നിട്ടും ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു പശുവോ ഏതേലും ഒരു ആടോ ഏതേലും ഒരു മുയലോ അങ്ങനെ ഏത് ജീവി ആയിക്കോട്ടെ ജീവിതം മടുത്തിട്ട് ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഇല്ല അല്ലെ? പക്ഷെ ചിന്തിച്ച് പ്രവർത്തിക്കാൻ കഴിവ് തന്ന, ചിന്തിച്ച് നമ്മൾ ഏത് അവസ്ഥയിലാണ് ഇരിക്കുന്നതെങ്കിലും, എത്ര നെഗറ്റീവിലാണ് ഇരിക്കുന്നതെങ്കിലും, എത്ര രോഗാവസ്ഥയിലാണെങ്കിലും, ഏത് സാഹചര്യങ്ങളെയും മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു ക്രിയേറ്ററിന്റെ ശിഷ്യയാണ് ഞാൻ, അടിമയാണ് ഞാൻ എന്നുള്ള ബോധത്തിൽ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ, ആ അടിമയാണ് എന്നുള്ള ആ ഒരു ബോധത്തിൽ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ചിന്താതലത്തെ മാറ്റാൻ വളരെ എളുപ്പമായിരിക്കൂലേ? പക്ഷേ ഈ ചിന്തിക്കാനുള്ള കഴിവ് നമ്മളുടെ കയ്യിൽ അള്ളാഹു ഏൽപ്പിച്ചത് കൊണ്ട് നമ്മൾ എന്താ ചെയ്യാണ്, ചിന്തിച്ച് കാട് കയറി ചിലപ്പോൾ ജീവൻ ഒടുക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. എന്നാൽ പക്ഷികളുടെയോ മൃഗങ്ങളുടെയോ മറ്റ് ഇഴജന്തുക്കളുടെയോ പ്രാണികളുടെയോ ഏതിനെയും റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെ ചിന്തിക്കാനുള്ള കഴിവ് അവർക്ക് കൊടുക്കാത്തത് കൊണ്ട്, അവർക്ക് ചിന്തിക്കാനുള്ള കഴിവ് കൊടുക്കാത്തത് കൊണ്ട് സ്പോട്ടിന് എന്ത് ചെയ്യണം എന്നുള്ള ആ ഒരു ചിന്ത അവരിലേക്ക് ആ സമയത്ത് അങ്ങോട്ട് അള്ളാഹു ഇട്ട് കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവരിപ്പം ഏത് സിറ്റുവേഷൻ വരികയാണെങ്കിലും ആ സിറ്റുവേഷനിൽ അവർ പ്രവർത്തിച്ചവർ രക്ഷപ്പെടും. പക്ഷെ നമുക്ക് അങ്ങനെ പറ്റുമോ? നമുക്ക് ആ സിറ്റുവേഷൻ വരട്ടെ എന്ന് എപ്പോ കാണേണ്ടത് പോലെ കാണാം എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറ്റില്ല അല്ലെ? എന്തുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി പറ്റാത്തത്? നമ്മൾ വിചാരിക്കുകയാണ് ഇതിനുള്ള സൊല്യൂഷൻസ് മൊത്തം എന്റെ കയ്യിലാണ്, ഇതിനുള്ള സൊല്യൂഷൻസ് മൊത്തം എന്റെ കയ്യിലാണ് എന്നുള്ള ഒരു ചിന്തയാണ് നമുക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറ്റാത്തത്. അതേസമയം ഇവിടെ എനിക്കും നിങ്ങൾക്കും മുകളിൽ നമ്മുടെ പടച്ചയച്ച ഒരു ക്രിയേറ്റർ ഉണ്ട്. ആ ക്രിയേറ്ററിന്റെ ഒരു അടിമയാണ് ഞാൻ എന്നുള്ള ബോധം നമ്മുടെ ഉള്ളിലേക്ക് വരികയാണെങ്കിൽ നമ്മൾക്ക് പിന്നെ ഒരു ടെൻഷൻ ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾക്ക് ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കില്ല. നമുക്ക് തന്ന ജീവനെ, നമുക്ക് ദൈവം തന്ന, അള്ളാഹു തന്ന ജീവനെ നമുക്കെടുക്കാൻ അവകാശമുണ്ടോ? എന്നാൽ ചിലപ്പോഴെങ്കിലും അത് എടുക്കുന്നില്ലെങ്കിൽ പോലും ഒന്ന് ചിന്തിക്കുക പോലും ചെയ്യാത്ത മനുഷ്യൻ ഒരു 50-50 ആയിരിക്കും. അപ്പൊ എന്തുകൊണ്ട് ആ ഒരു സിറ്റുവേഷൻസിലേക്ക് പോകുന്നു? അവിടെയാണ് നമ്മുടെ തോട്ട് വർക്ക് ആവാതിരിക്കുന്നത്. ഇവിടെ മറ്റ് മൃഗങ്ങൾക്കോ പക്ഷികൾക്കോ ആർക്കാണെങ്കിലും സ്പോട്ടിന് എന്തായാണ്, തോട്ട് കൊടുക്കുകയാണ്. പക്ഷെ നമുക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ട് എന്നുള്ള വിശ്വാസം നമ്മുടെ കയ്യിൽ ഉള്ളത് കൊണ്ട് തന്നെ നമ്മളെ ഓരോന്നിനെയും വാല്യൂ കൽപ്പിക്കുകയാണ്. നമ്മൾ എന്നും എവിടെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ കഴിഞ്ഞുപോയ അനുഭവങ്ങളിൽ നിന്നും വരാനിരിക്കുന്ന പേടിയിൽ ഇന്നിനെ നമ്മൾ ദ്രവിച്ചു തീർക്കുകയാണ് അല്ലെ? നമ്മൾ ഇന്നലെ ജീവിക്കുന്നുണ്ടോ? പക്ഷേ ഒരു കൊടുങ്കാറ്റടിക്കുകയാണ്. ഒരു പക്ഷി അതിന്റെ ആ ഒരു വൃക്ഷത്തിന്റെ ചില്ലയിൽ ഒരു കൂട് കൂട്ടിയിരിക്കുകയാണ്. ഒരു കൊടുങ്കാറ്റടിക്കുകയാണ്. ആ വൃക്ഷം ഏത് നിമിഷവും പൊളിഞ്ഞു വീഴാം എന്നുള്ള സിറ്റുവേഷനിൽ നിൽക്കുകയാണ്. ആ സാഹചര്യത്തിൽ പോലും ആ പക്ഷിക്ക് പേടി എന്ന് പറയുന്ന സംഭവം ഉണ്ടാവാറുണ്ടോ? കാരണം അവിടെയാണ് ആ പക്ഷിക്ക് ഇവിടെ ഒരു കൂട് കൂട്ടാനുള്ള സൗകര്യങ്ങൾ റബ്ബ് നൽകിയിട്ടുണ്ടെങ്കിൽ ഈ വൃക്ഷം പൊളിഞ്ഞാലും അടുത്ത മരത്തിൽ കൂട് കൂട്ടാനുള്ള കഴിവ് എന്നിലുണ്ട് എന്നുള്ള കോൺഫിഡൻറ്റോട് കൂടിയിട്ട് ആ പക്ഷി ജീവിക്കും എന്നുള്ളത്. പക്ഷെ നമുക്കതുണ്ടോ? നമ്മൾ ഏതെങ്കിലും ഒന്നോ രണ്ടോ പ്രാവശ്യം പരാജയപ്പെട്ടു പോയാൽ പിന്നെ മൂന്നാമത് നമ്മൾ അതിലേക്ക് ഇറങ്ങില്ല എന്ന് മാത്രമല്ല, ഇറങ്ങണവരെ പിടിച്ച് ബ്ലോക്ക് ചെയ്യുകയും കൂടി ചെയ്യും.
അല്ലേ? ഇറങ്ങണവരെ പിടിച്ച് ബ്ലോക്ക് ചെയ്യുക കൂടി ചെയ്യും. ഞാൻ ഇത് ഇത്ര നോക്കിയതാണ്, ഇനിയിപ്പോ ഇത് നീ നോക്കിയിട്ടുണ്ടെന്നാവാൻ എന്നുള്ള രീതിയിൽ. ശരിയല്ലേ? ഞാൻ നോക്കിയാൽ നടക്കാത്തത് വേറെ ആരെങ്കിലും നോക്കിയാൽ നടന്നുകൂടാനുണ്ടോ? അവിടെ റബ്ബ് സുബ്ഹാനഹു വ തആല ഓരോ വ്യക്തികൾക്കും ഓരോ കഴിവുകളായിരിക്കില്ലേ കൊടുത്തിരിക്കുന്നുള്ളത്. അപ്പൊ ഞാനെത്ര നോക്കിയിട്ടും നടക്കാത്തതല്ലേ എന്നുള്ള രീതിയിൽ അതിനെ നമ്മള് തള്ളിക്കളയുന്നത് അപ്പുറം ഇറ്റ്സ് ഓക്കെ, ഞാൻ നോക്കിയിട്ട് പറ്റിയിട്ടില്ലെങ്കിലും അത് അവർക്ക് പറ്റണോ എന്ന് നോക്കട്ടെ എന്ന് വിചാരിച്ച് നമ്മളത് അതിനൊന്ന് വിട്ടുകൊടുക്കാനുള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് വരികയാണെങ്കിൽ, ആ ഒരു തോട്ട് നമ്മുടെ ഉള്ളിലേക്ക് വരികയാണെങ്കിലോ ചിലപ്പോൾ രക്ഷപ്പെട്ടേക്കാം അല്ലെ? അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ദൈനംദിന ജീവിതം നമ്മളുടെ ലൈഫ് ലോങ് ജീവിതവുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്നത്തെ ചിന്തകളായിരിക്കാം നാളത്തെ നമ്മൾ എന്ന് പറയുന്നത്. ഒരു പോസിറ്റീവിലേക്ക് ആക്കി മാറ്റാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഓക്കെ, ഇൻഷാ അല്ലാ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, അല്ലെങ്കിൽ നമുക്ക് മെഡിറ്റേഷൻ ചെയ്തിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടോ? ഒരു മിനിറ്റ്. അപ്പൊ എല്ലാവരും ബ്രീത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാം. കംഫർട്ടായിട്ട് ഇരിക്കുക. ഇതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാം. വളരെ സാവധാനം ബ്രീത്ത് ഇൻ ചെയ്യാം, ബ്രീത്ത് ഔട്ട് ചെയ്യാം. Once again, breathe in, breathe out. നമ്മുടെ ചിന്തകൾ എന്ന് പറയുന്നത് ആകാശത്തിലൂടെ പോകുന്ന മേഘങ്ങളെ പോലെയാണ്. ആ മേഘങ്ങൾ അങ്ങനെ വന്നുകൊണ്ടും പോയിക്കൊണ്ടേയിരിക്കും. അതുപോലെ നമ്മുടെ ഉള്ളിലും പല ചിന്തകളും വന്നും പോയിക്കൊണ്ടേയിരിക്കും. ആ ചിന്തകളെ എങ്ങനെ നമുക്ക് നമ്മളുടെ കൺട്രോളിൽ കൊണ്ടുവരാം? അതിന് നിങ്ങൾ വൺസ് അഗെയിൻ ബ്രീത്തിലേക്ക് മാത്രം കോൺസെൻട്രേഷൻ ചെയ്യാം. സാവധാനം ബ്രീത്ത് ഇൻ ചെയ്യാം, ഹോൾഡ് ചെയ്യാം, ബ്രീത്ത് ഔട്ട് ചെയ്യാം. ഈ സമയത്ത് നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഓരോ ചിന്തകളെയും നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാം. ആ ചിന്തകളെ നിങ്ങൾക്ക് അതേ വഴിക്ക് എന്നിട്ട് തിരിച്ച് പറഞ്ഞേക്കാനും കൂടി പറ്റും. നിങ്ങളുടെ ബ്രീത്ത് നോർമൽ അവസ്ഥയിലേക്ക് കൊണ്ടുവരാം. ഓരോ ചിന്തകൾ കടന്നു വരുമ്പോഴും അതിനെയെല്ലാം അംഗീകരിക്കുകയും തിരിച്ചയക്കുകയും ചെയ്യുന്ന പ്രോസസ് തുടരും. കുറച്ച് നിമിഷങ്ങൾക്ക് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആന്തരിക തലങ്ങളിലേക്ക് വരുന്ന ചിന്തകൾ ഏതൊക്കെ രീതിയിലാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവും.
ആ ചിന്തയെ അതിൽ നിന്നും നെഗറ്റീവിനെയോ പോസിറ്റീവിനെയോ മാറ്റിയെടുക്കാനുള്ള ഒരു കഴിവ് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നു. നമ്മുടെ ആന്തരിക തലങ്ങളിലേക്ക് വരുന്ന ഓരോ ചിന്തകളിൽ നിന്നും നമുക്ക് ആവശ്യപ്പെട്ട, നമുക്ക് മാറ്റം വേണ്ട, എനിക്ക് ഞാനായി മാറാൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ചിന്തകളെ മാത്രം പിക്ക് ചെയ്ത് കളക്ട് ചെയ്ത് അതിൽ വർക്ക് ചെയ്യാൻ നിങ്ങൾ ഓരോരുത്തരും റെഡിയായിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ നിങ്ങളുടെ ഓരോ ചിന്തകളിലും മാറ്റം വരുത്തിക്കൊണ്ട് നിങ്ങളുടെ ലൈഫ് മുഴുവനും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മാറുന്നതായി നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ വിധിയെ മാറ്റിമറിക്കുന്നത് നിങ്ങൾക്കിപ്പോൾ കാണാനും മനസ്സിലാക്കാനും വേണ്ടി പറ്റുന്നു. നിങ്ങളുടെ ഓരോ ചിന്തകളും നിങ്ങൾക്ക് കൂടുതൽ എനർജിയും കരുത്തും കോൺഫിഡൻറ്റും നൽകുന്നു. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ഇങ്ങനെ പോസിറ്റീവായി ചിന്തിക്കാനും അതിൽ ആക്ഷൻ എടുക്കാനും എനിക്ക് എൻ്റെ റബ്ബ് കഴിവ് തന്നതിന് ആത്മാർത്ഥമായ റബ്ബിനെ സ്മരിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രീത്തിലേക്ക് മാത്രം ശ്രദ്ധ തിരിച്ചു കൊണ്ടുവരാം. സാവധാനം ബ്രീത്ത് ഇൻ ചെയ്യാം, ബ്രീത്ത് ഔട്ട് ചെയ്യാം. നിങ്ങളുടെ ഓരോ ചിന്തകളും നിങ്ങളെ മുഴുവൻ ജീവിതത്തെയും മാറ്റിമറിക്കുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്തുകൊണ്ട് ആ ഒരു സാഹചര്യത്തെ ഒന്ന് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് തിരിച്ചു വരാവുന്നതാണ്. വളരെ സാവധാനം ബ്രീത്തിലേക്ക് ഫോക്കസ് കൊടുത്ത് ഒരു ദിവസം മുഴുവനും ഉള്ള ചിന്തകൾ ഒബ്സർവ് ചെയ്ത് അതിൽ നിന്ന് പോസിറ്റീവിലേക്ക് എടുക്കാൻ പറ്റുന്നു എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ നിങ്ങൾ തിരിച്ചു വരുന്നു. കൈകൾ തന്നെ സ്ക്രബ് ചെയ്ത് കണ്ണിന് നേരെ സ്പർശിച്ച് കണ്ണുകൾ തുറന്ന് തിരിച്ചു വരാവുന്നതാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മുടെ ലിങ്ക് ഇപ്പൊ കിട്ടാവും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. അപ്പൊ ഓക്കെ, സംശയങ്ങളൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. നമുക്ക് വീണ്ടും ഇൻഷാ അല്ലാഹ് വ്യാഴാഴ്ച കാണാം. എല്ലാവരും അതുവരെ ടാസ്കുകളൊക്കെ ചെയ്യാം, നല്ലോണം ആക്റ്റീവ് ആവുക. ഓക്കെ, ഇൻഷാ അല്ലാഹ് നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.